അസ്സലാമു അലൈക്കും. റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാ, എല്ലാ വർഷത്തെയും പോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൗഷാദ് ബാക്കവി അവർകൾ അൽബയാൻ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നഹ വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നഹ വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ വിശാലമാക്കണം റബ്ബേ. ഈ അൽബയാനു വേണ്ടി കാത്തിരുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവിടെ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജയ്ഹിന്ദ് ടി വിയിലെ പ്രിയങ്കരായ ദീനീ സ്നേഹികളായ റമളാനിൻ്റെ കാരുണ്യത്തിൻ്റെ പത്തിൽ കാരുണ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിശാല ഹൃദയത്തിൻ്റെ ഉടമകളായ സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് മനോഹരമായ അൽബയാൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാനായ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പാട്ടുപാടി. കാരണം ഉമയ്യത്ത് അടിക്കുകയാണ്. പാടിയില്ലെങ്കിൽ പാടി തളർന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ വീണു. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല. ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരും വന്നില്ല. മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാഹ്, എൻ്റെ അബൂബക്കർ എന്ന കൂട്ടുകാരൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അബൂബക്കർ എന്ന സുഹൃത്ത് ഓടി അടുത്ത് വന്നിരുന്നെങ്കിൽ എന്ത് സമാധാനമാകുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, അദ്ദേഹത്തിനൂടെ വരാൻ കഴിയില്ല. അവരൊക്കെ വലിയ വലിയ മുതലാളിമാരാണ്, യജമാനന്മാരാണ്. പക്ഷേ അന്ന് രാത്രി സാധാരണ പൂജാകർമ്മങ്ങളെ പോലെ തന്നെ അന്നും ബിലാൽ ആ മറ്റേ ബിംബങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ലാത്ത, മനാത്ത, ഉസ്സ, നായില, അങ്ങനെ തുടങ്ങി വലിയ വലിയ ബിംബങ്ങൾ. അവിടെ മുമ്പ് ചെന്നപ്പോൾ കരഞ്ഞുകൊണ്ട് ബിലാൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നിങ്ങളൊക്കെയാണ് ദൈവങ്ങളെങ്കിൽ, നിങ്ങൾ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ബിംബം, തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബിംബം, നിങ്ങളാണ് ദൈവങ്ങളെങ്കിൽ പിന്നെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ ഈ അടി കൊള്ളുന്നത് എന്താണ്? നിങ്ങൾ മുതലാളിമാർക്ക് മാത്രമേ സഹായം ചെയ്യുകയുള്ളൂ. ഓരോന്ന് ചിന്തിക്കുകയാണ്, ഓരോന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾ മുതലാളിമാർക്ക് മാത്രമേ സഹായം ചെയ്യുകയുള്ളൂ. നിങ്ങളാണ് ദൈവങ്ങളെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ അടിമകളാക്കി? ഞങ്ങൾക്ക് കൂടി പരിഗണന തരാത്തതെന്തേ? ഞങ്ങൾക്ക് കൂടി സന്തോഷം തരാത്തതെന്തേ? എൻ്റെ യജമാനനായ ഉമയ്യത്തിന് ഞാൻ ഇത്രയും യാത്ര പോയി കച്ചവടം ചെയ്തു കൊള്ള ലാഭം കൊണ്ട് കൊടുത്തിട്ട് പോലും എന്നെ അടിച്ചല്ലോ. അല്ലെങ്കിൽ അത്രയും ലാഭം കിട്ടിയതല്ലേ, സന്തോഷമാണ് എന്ന് പറഞ്ഞ് ഒന്നും തന്നില്ലെങ്കിലും ഒരു നല്ല വാക്ക് പറയാമായിരുന്നല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവങ്ങളാണോ? ആ ബിംബങ്ങളുടെ മുമ്പ് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ബിലാൽ. സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ചിന്തിച്ചു, വേണ്ട, ഞാൻ അടിമയാണ്, ഞാനതൊന്നും ചിന്തിക്കാനുള്ളവനല്ല. എൻ്റെ ദൈവം ഉമയ്യത്ത് എന്ന മുതലാളിയാണ്. ഞാൻ അതാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ വാപ്പയെ, എൻ്റെ ഉമ്മയെ ഉമയ്യത്താണ് വളർത്തിയത്. അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നത് അവരാണ്. അടിച്ചാലും ഇടിച്ചാലും അവർ കൊടുത്ത ഭക്ഷണമാണ് എൻ്റെ വാപ്പ കഴിച്ചത്. അവർ രണ്ടുപേരും മരണപ്പെടുമ്പോൾ എന്നെ അടിമയായിട്ട് ഈ ഉമയ്യത്ത് സ്വീകരിക്കുമ്പോൾ എൻ്റെ യജമാനൻ, എൻ്റെ ദൈവം, എൻ്റെ എല്ലാം ഉമയ്യത്താണ്. എനിക്ക് ബിംബങ്ങളില്ല, എനിക്ക് കല്ലുകളും സ്തൂപങ്ങളും ഒന്നുമില്ല. അവർ ചെയ്യുന്നത് പോലെ ചെയ്യുക, അവർ പറയുന്നത് അനുസരിക്കുക. അങ്ങനെ തീരുമാനിച്ച് പാവപ്പെട്ട ബിലാൽ താൻ കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. നേരം ഒരുപാട് രാത്രിയായി. അടിമകൾക്ക് രാത്രി പകലങ്ങനെയൊന്നും ഇല്ലല്ലോ. ആടുമാടുകൾ കരയുമ്പോൾ പോയി നോക്കണം, അതിന് ഭക്ഷണം കൊടുക്കണം, എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഓടി വന്ന് ചെയ്യണം. ഇതൊക്കെ അടിമകളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് വീടിന് കാവലിരിക്കുന്ന നായ ഉറങ്ങാറില്ല എന്ന് പറയുന്നത് പോലെ അടിച്ച് ശരീരം പഞ്ഞിക്കെട്ട് പോലെ ആയാലും പാവപ്പെട്ട ബിലാലിന് ഉറക്കമില്ല.
ഉമയ്യത്തിൻ്റെ കൊട്ടാരം നോക്കണം, ഉമയ്യത്തിൻ്റെ തോട്ടം നോക്കണം, ഉമയ്യത്തിൻ്റെ ആടുമാടുകളെ നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ചെറിയ ഒരു അനക്കം കേട്ടു. ആരാണെന്നറിയാൻ വേണ്ടി പതുക്കെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. കിടക്ക എന്ന് പറയാൻ ഇല്ല, പക്ഷേ ചരിത്രം കിടക്കയെന്ന് രേഖപ്പെടുത്തുന്നു. അത് ഒട്ടകത്തിൻ്റെ പുൽക്കൂനയാണെങ്കിലും ആടുമാടുകളുടെ കാഷ്ടങ്ങളാണെങ്കിലും അത് അടിമയായ ബിലാലിൻ്റെ കിടക്കയായിരുന്നു. അവിടെ നിന്ന് ബിലാൽ എഴുന്നേറ്റു. ബിലാൽ നോക്കുമ്പോൾ ഒരു ചെറിയ ആളനക്കം. ആരാണത്? നോക്കുമ്പോൾ ആ ആള് തൻ്റെ അടുത്തേക്ക് വരികയാണ്. താൻ ഈന്തപ്പന ഓല കൊണ്ട് മറച്ചിരിക്കുന്ന കവാടത്തിൻ്റെ ഭാഗം തുറന്നു നോക്കുമ്പോൾ നേരിയ വെളിച്ചത്തിൽ മനസ്സിലായി അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കറിൻ്റെ മുഖത്ത് നോക്കി ബിലാൽ ചിരിച്ചു. സന്തോഷം, വലിയ സന്തോഷം. യാത്രയിൽ പരിചയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ, ആദ്യമായി എൻ്റെ തോളത്ത് കൈവച്ച് അഭിനന്ദിച്ച കൂട്ടുകാരൻ, എന്നെ വാഴ്ത്തി പറഞ്ഞ കൂട്ടുകാരൻ, എനിക്ക് ഭക്ഷണം വാരിത്തന്ന, ഒരു അറപ്പും വെറുപ്പുമില്ലാതെ ഈ പാവപ്പെട്ട ഉമയ്യത്തിൻ്റെ അടിമയെ സ്നേഹിച്ചു മുത്തം തന്ന കൂട്ടുകാരൻ, എന്തേ അബൂബക്കർ ഈ രാത്രിയിൽ നീ വന്നത്? അബൂബക്കർ പറഞ്ഞു, എനിക്കൊരു അത്ഭുതം നിന്നോട് പറയാനുണ്ട്. എന്താണ് അബൂബക്കറെ? പറയ്, വേഗം പറയ്, കേൾക്കാൻ എനിക്ക് ആവേശമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം നിന്നോട് പറഞ്ഞിരുന്നല്ലോ. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഒരു പുരോഹിതൻ പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ആ സ്വപ്നത്തിലൂടെ പറഞ്ഞ അള്ളാഹുവിൻ്റെ, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്ന ഏകദൈവത്തിൻ്റെ പ്രവാചകൻ വന്നിരിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരാണ് പ്രവാചകൻ? മനുഷ്യർക്കിടയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞല്ലോ ഒരു പ്രവാചകൻ. ആരാണ് ആ പ്രവാചകൻ? ആ സമയത്ത് അബൂബക്കർ പറഞ്ഞു, നിനക്കൊരു അല്ലമീനെ അറിയില്ലേ? നീ ഒരു അല്ലമീനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അബ്ദുള്ള എന്നാണ് അല്ലമീൻ്റെ വാപ്പാടെ പേര്, ആമിന എന്നാണ് അല്ലമീൻ്റെ ഉമ്മാടെ പേര്. ചെറിയ പ്രായത്തിൽ അബ്ദുള്ള മരിച്ചുപോയി. അബ്ദുള്ള അല്ലമീൻ ജനിക്കുമ്പോൾ തന്നെ അബ്ദുള്ളയെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഉപ്പയെ. ആമിന ബീവി കുറച്ചു കാലം മാത്രമാണ് നോക്കിയത്, മരണപ്പെട്ടുപോയി. പക്ഷേ വിശ്വസ്തൻ, സത്യസന്ധൻ, ഇന്നുവരെ ഒരു കളവ് പറഞ്ഞിട്ടില്ല. ബിലാൽ പറഞ്ഞു, ശരിയാണ്, എനിക്കറിയാം, ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലമീനെ കുറിച്ച്, ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല, ഒരാളെക്കുറിച്ച് കളവ് പറഞ്ഞിട്ടില്ല, ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞിട്ടില്ല. അതാണ് അല്ലമീൻ. തീർച്ചയായും ഈ ലോകത്തിന് ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഒരാളെ പ്രവാചകനാക്കുമെങ്കിൽ മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ അല്ലമീനേക്കാൾ അർഹത വേറെ ആർക്കുമില്ല എന്ന് ബിലാൽ സമ്മതിച്ചു. അബൂബക്കർ പറഞ്ഞു, ഞാൻ ആ അല്ലമീൻ്റെ കൈപിടിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണ് വന്നത്. നീ എന്തു പറയുന്നു ബിലാൽ? ബിലാൽ കുറേ നേരം ആലോചിച്ചു. അബൂബക്കറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല. എന്താണ് കാരണമെന്ന് അബൂബക്കർ ചോദിച്ചു. ബിലാൽ പറഞ്ഞ കാരണം കേട്ട് അബൂബക്കറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇൻഷാ അള്ളാഹ് ആ കാരണം നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അൽബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. തസ്ബീഹ് നിസ്കാരം വളരെ ശ്രേഷ്ഠമായതാണല്ലോ. അതിൽ ഓതുന്നതിന് പ്രത്യേക സൂറത്തുകൾ സുന്നത്തായിട്ട് ഉണ്ടോ? അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് അമീർ ഹാജിയാണ്, ചേളാരിയിൽ നിന്നും. തീർച്ചയായിട്ടും ഈ തസ്ബീഹ് നമസ്കാരത്തിന് സുന്നത്തായ കുറച്ച് സൂറത്തുകളുണ്ട്. ഞാനൊന്ന് പറഞ്ഞു തന്നിരുന്നാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് ജീവിതത്തിൽ പാരായണം ചെയ്യാൻ. തസ്ബീഹ് നിസ്കാരം വലിയ കൂലിയുള്ള നിസ്കാരമാണ്. ഒന്നാമത്തെ റക്അത്തിൽ നമുക്ക് ഇന്ന അഴ്ത്തുനാക്കൽ കൗസർ, അതുപോലെ സൂറത്തുൽ അസർ, പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, ഇതൊക്കെ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. ഓരോ റക്അത്തിലും ഫാത്തിഹ കഴിഞ്ഞിട്ട് ഈ സൂറത്തുകളെ കൃത്യമായിട്ട് നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. അൽ ഹാക്കു മുത്തക്കാസുറു ഹത്താ സുറുത്തുമുൽ മഖാബിർ ഓതാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ അത് നമുക്ക് പാരായണം ചെയ്യാം. മൂന്നാമത്തെ റക്അത്തിൽ നമുക്ക് സാധാരണ ചൊല്ലാറുള്ള സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 15 പ്രാവശ്യം ചൊല്ലി ഫാത്തിഹ ഓതിയതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം? സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്യാം. നാലാമത്തെ റക്അത്തിലും അങ്ങനെ തന്നെ. ഇത് ഈ നിത്യമായി തസ്ബീഹ് നിസ്കാരത്തിൽ ചൊല്ലാറുള്ള ദിക്റുകൾക്ക് പുറമെ സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് പാരായണം ചെയ്യാം. അങ്ങനെ അൽഹംദുലില്ലാഹ് സൂറത്തു തകാസുറും സൂറത്തുൽ അസറും സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും നമ്മുടെ ജീവിതത്തിൽ
അള്ളാഹു ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിർവഹിക്കണം എന്ന് പഠിപ്പിച്ച തസ്ബീഹ് നിസ്കാരം വലിയ പ്രതിഫലമാണ്. 4 റക്അത്ത് നിസ്കരിച്ച് തീരുമ്പോഴത്തേക്ക് ധാരാളം ദിക്റുകൾ ചൊല്ലുന്ന ഒരാളായി നമ്മൾ മാറുന്നു. ആ നിസ്കാരത്തിലുടനീളം അള്ളാഹുവിൻ്റെ മാലാഖമാർ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. വലിയ പുണ്യമാണ് ഇൻഷാ അല്ലാ. അത് റമദാനിൽ ചില ആളുകൾ നിസ്കരിക്കാൻ താല്പര്യം കാണിക്കുന്നത് റമദാനിൽ എല്ലാത്തിനും കൂലി കൂടുതലുള്ളത് കൊണ്ട് ഈ നിസ്കാരത്തെ പകലിലോ രാത്രിയിലോ ഒന്ന് ഉൾപ്പെടുത്തി അങ്ങ് ചെയ്ത് തീർക്കുകയാണ്. അള്ളാഹു അവന് വേണ്ടി ഒരുപാട് സുജൂദ് ചെയ്യാൻ നമ്മുടെ നെറ്റിത്തടത്തിന് അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ സുജൂദിൻ്റെ സ്ഥലങ്ങൾ അള്ളാഹുവിൻ്റെ ലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നൊരവസ്ഥയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിൻ്റെ നിയത്തിൽ നാളത്തെ നോമ്പ് എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ നിയത്ത് ചെയ്യുന്ന സമയം തന്നെ നാളെയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാണല്ലോ ചൊല്ലാറ്. ഇത് ചോദിച്ചിരിക്കുന്നത് ജവാദാണ്, കല്ലറ നിന്നു. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ നോമ്പ് നിയ്യത്ത് വെക്കുമ്പോൾ നവയിത്തു ഞാൻ കരുതി സോമഗദിൻ നാളത്തെ നോമ്പിനെ നവയിത്തു സോമഗദിൻ അൻ അദാ ഇ അദാ ആയി ഫർദ് റമദാനി റമദാൻ മാസത്തിലെ ഫറലായ നോമ്പിനെ നാളത്തെ നോമ്പിനെ അദാ ആയി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നാളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നാളെയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന നാളെ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് തലേ ദിവസം, ഇപ്പോൾ മഗ്‌രിബിൻ്റെ സമയം മുതൽ നമ്മൾ പിന്നെ നാളെ എന്ന് പറയുമല്ലോ. അപ്പോൾ ഏതായി കഴിഞ്ഞാലും നാളെ നാം നോമ്പ് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാം ഇവിടെ ഈ ഒതൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളത്തെ പകലാണ് ഉദ്ദേശിക്കുന്നത്. നവയിത്തു സോമഗദിൻ എന്നതുകൊണ്ട് ഇവിടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് നാളത്തെ സുബഹി മുതൽ മഗ്‌രിബ് വരെയുള്ള പകലിനാണ് അറബി ഭാഷയിൽ ഒതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാളെ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് മഗ്‌രിബ് മുതൽ പിന്നെന്താണ് അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്നാണ് നമ്മൾ കണക്കാക്കുക. പക്ഷേ ഇവിടെ നിയ്യത്തിൽ നവയിത്തു സോമഗദിൻ നാളത്തെ നോമ്പിനെ ഞാൻ പിടിച്ചു വിടുവാൻ കരുതി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളത്തെ പകലാണ്. സുബഹി മുതൽ മഗ്‌രിബ് വരെയുള്ള ആ സമയത്തിനാണ് ഇവിടെ ഒതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ നോമ്പ് എന്ന് തന്നെ പറയാം. അത്താഴത്തിൻ്റെ സമയത്ത് നിയ്യത്ത് വെച്ചാലും മഗ്‌രിബിൻ്റെ സമയത്ത് നിയ്യത്ത് വെച്ചാലും ഇശാ കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചാലും തറാവീഹ് കഴിഞ്ഞ് നിയ്യത്ത് വെച്ചാലും നാളത്തെ നോമ്പ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇന്നത്തെ നോമ്പ് എന്ന് പറഞ്ഞ് അത്താഴത്തിൻ്റെ സമയത്ത് നിയ്യത്ത് ചെയ്യേണ്ട. സുബഹി മുതൽ മഗ്‌രിബ് വരെയുള്ള പകലിനെയാണ് നാളത്തെ നോമ്പ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷംല പട്ടാമ്പിയിൽ നിന്നും അയച്ച ലെറ്ററാണ്. ഒരു കാരണവുമില്ലാതെ 2-3 നോമ്പുകൾ ഞാൻ നഷ്ടപ്പെടുത്തി. ഇതിലെനിക്ക് അതിയായ വിഷമമുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾക്ക് ഈ പരിതാപകരമായ ഒരു മനസ്സിൻ്റെ ഒരു പശ്ചാത്താപമാണ് ലാസ്റ്റ് വരിക. ആ രക്തത്തിളപ്പിൽ നമ്മൾ അങ്ങോട്ട് അടിച്ചു പൊളിക്കും. നോമ്പ് പിടിക്കാൻ അന്നേരം ഉസ്താദ് പറഞ്ഞാൽ കേൾക്കൂല, ഉമ്മ പറഞ്ഞാലേ ശ്രദ്ധിക്കൂല, ഉപ്പ പറഞ്ഞാലേ ശ്രദ്ധിക്കൂല. ആ സമയത്തുള്ള രക്തത്തിളപ്പിൽ നമ്മൾ അങ്ങനെ ഒരു പോക്ക് അങ്ങോട്ട് പോവാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അടുത്ത റമദാൻ മാസത്തിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ഖളാവ് വീട്ടിയിരിക്കണം. നമുക്ക് നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത ഒരു റമദാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഖളാവ് വീട്ടിയിരിക്കുക. ഇനി അങ്ങനെ ഖളാവ് വീട്ടാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം തന്നെ നമ്മളത് ഖളാവ് വീട്ടിയില്ല എങ്കിൽ ഓരോ വർഷം കഴിയും തോറും ഓരോ നോമ്പിന് ഓരോ മുദ്ദ് ആഹാരം വെച്ച് നമ്മൾ പാവങ്ങൾക്ക് അതിന് പരിഹാരമായി കൊടുക്കുകയും ചെയ്യണം. ഒരു പരിധിവരെ മനഃപൂർവ്വം നോമ്പ് നമസ്കാരം ഇവ ഒഴിവാക്കുന്ന ഒരു ചതി നമ്മൾ അള്ളാഹുവിനോട് ചെയ്യാതിരിക്കുക. കരുണക്കടലായ റബ്ബ് നമുക്ക് ചെയ്തു തരുന്ന നിഅമത്തും അനുഗ്രഹവും എത്രയോ വലുതാണ്. എന്നിട്ടും ഈ റമദാനിൽ വർഷത്തിൽ ഒരു മാസം പകൽ സമയത്ത് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നോമ്പ് നോറ്റാൽ വലിയ പ്രതിഫലമാണ് പടച്ചവൻ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് എണ്ണിയാൽ തീരൂല. ഹദീസുകളിൽ, ആയത്തുകളിൽ, കിതാബുകളിൽ അതിൻ്റെ പ്രതിഫലത്തെ വരച്ചു വെച്ചിരിക്കുന്നത് എണ്ണിയാൽ തീരൂല. അത്രയും വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിനെ മനഃപൂർവ്വം കളിച്ചും ചിരിച്ചും അഹന്ത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ നമ്മൾ ഒഴിവാക്കിയാൽ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന അദാബ് വളരെ വലുതാണ്. പടച്ചോൻ നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഈ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ നോമ്പിനെ നമ്മൾ ഖളാ വീട്ടി പിടിക്കുക. മനഃപൂർവ്വം ഓരോ വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷത്തിനെ കണക്കാക്കി ഓരോ മുദ്ദ് ആഹാരം കൂടി നമ്മൾ സാധുക്കൾക്ക് കൊടുക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ചോദ്യങ്ങൾ അയച്ച മുഴുവൻ സഹോദരിമാരെയും സഹോദരങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാഷാ അല്ലാഹ്, പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് നഷ്ടപ്പെടുകയാണ്? പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10 നമ്മളോട് വിട പറയാണ്. റമളാനിൻ്റെ 7ാമത്തെ തറാവീഹ് കൃത്യമായി 20 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചാൽ, റമളാനിൻ്റെ 7ാമത്തെ തറാവീഹ് കൃത്യമായി 20 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചാൽ അള്ളാഹു തരുന്ന കൂലി എന്താണെന്നറിയോ? എത്ര കൂലിയാണെന്നറിയോ അള്ളാഹു തരുന്നത്? മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതിയായി ഞാനാണ് റബ്ബ്, ഞാനാണ് യജമാൻ എന്ന് പറഞ്ഞ ഫിർഔനെതിരെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഒരു പോരാട്ടമുണ്ടല്ലോ. ആ പോരാട്ടത്തിൽ മൂസാ നബിയോടൊപ്പം നിന്ന് സഹായിച്ച, മൂസാ നബിയോടൊപ്പം നിന്ന് സഹകരിച്ച കൂലിയാണ് 7ാമത്തെ തറാവീഹ് പൂർണ്ണമായി നിസ്കരിച്ച മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത്. എത്ര വലിയ കൂലിയാണ്! നമുക്ക് ഈ തറാവീഹിൻ്റെ പ്രതിഫലം അറിയാമായിരുന്നെങ്കിൽ ഒരു തറാവീഹ് പോലും നമ്മൾ ഒഴിവാക്കില്ലായിരുന്നു. തറാവീഹ് നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ഈ പ്രിയപ്പെട്ട അൽബയാൻ കാണുന്ന സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരെ നിർബന്ധമായും പള്ളികളിലേക്ക് പറഞ്ഞുവിട്ട് തറാവീഹ് നമസ്കരിപ്പിക്കണം. 7ാമത്തെ തറാവീഹിന് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനെതിരെ ശക്തമായി പോരാട്ടിയ മഹാനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് 7ാമത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. അള്ളാഹു ആ പ്രതിഫലം 2 കൈയും നീട്ടി വാങ്ങാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്റിൻ്റെ പ്രതിഫലം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റുകൾ റമളാനിൽ കൂടുതലാണ്. ഇപ്പോൾ കാരുണ്യത്തിൻ്റെ 10 വരുമ്പോൾ അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ എന്നത് ദിക്ർ തന്നെയാണ്. അതുപോലെ ലക്ഷക്കണക്കിന് പ്രാവശ്യം പള്ളിയിലും വീട്ടിലും ഇരുന്ന് തസ്ബീഹ് മാലകൾ മറച്ചും കയ്യിൽ ചുറ്റുന്ന തസ്ബീഹ് മുത്തുകൾ ഞെക്കിയും ഒക്കെ ലക്ഷക്കണക്കിന് ദിക്ർ നമ്മൾ ചൊല്ലിത്തീർക്കുകയാണ്. അതിൻ്റെ 6 പ്രതിഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 7ാമത്തെ അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്നു എന്നതാണ്. ദിക്ർ നമ്മൾ ചൊല്ലും തോറും അള്ളാഹു നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കും. വേറെ ആരുടെ സ്നേഹമാണ് നമുക്ക് ആവശ്യം? ഇന്നും പരസ്പരം മനുഷ്യർ പോലും വെറുക്കുന്ന കാലമാണ്. പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മമാർ തന്നെ കൊന്നുകളയുന്നു കാമുകന് വേണ്ടി. എത്രയോ നമ്മൾ കാണുന്നു, എത്രയോ നമ്മൾ വായിക്കുന്നു പത്രമാധ്യമങ്ങളിൽ. അപ്പോൾ വളരെ ദയനീയമാണ് കാര്യങ്ങൾ. ലോകത്തെ പടച്ച സൃഷ്ടാവ് തൻ്റെ അടിമയെ സ്നേഹിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു നിബന്ധന നിങ്ങൾ ദിക്ർ ചൊല്ലുക എന്നതാണ്. എന്തുകൊണ്ട് നമുക്ക് ചൊല്ലിക്കൂടാ? വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചൊല്ലാനുള്ള ദിക്ർ, ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹുമ്മ ബിസ്മിക്ക എന്ന് പറഞ്ഞ് അമൂത്തു വാഹിയ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്ന ദിക്ർ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച് തീരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന, ഇതൊക്കെ ദിക്റുകളാണ്. ഇതൊന്നും കൂടാതെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി നമ്മൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഇതുപോലുള്ള ദിക്റുകൾ. എത്ര പ്രതിഫലം! ഇപ്പോൾ കിട്ടിയ പ്രതിഫലം കണ്ടില്ലേ? 7ാമത് അള്ളാഹു തരുന്നത് അള്ളാഹുവിൻ്റെ തന്നെ സ്നേഹം പടച്ചോ നമുക്ക് തരികയാണ്. അള്ളാഹു ആ സ്നേഹം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ റമളാനിൻ്റെ 7ാമത്തെ രാത്രിയിലും പകലിലും നിങ്ങൾ ചൊല്ലാനുള്ള ദുആയാണ് ഇനി പറയുന്നത്. നിങ്ങൾ നിരന്തരം ചൊല്ലാനുള്ള, നിങ്ങൾ പഠിക്കാനുള്ള, നിങ്ങൾ ചൊല്ലി നടക്കാനുള്ള ദുആയാണ് പഠിപ്പിച്ചു തരുന്നത്. എല്ലാവരും എഴുതിയെടുക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അലാ സുയാമി വഖിയാമി. അല്ലാഹുമ്മ ഇന്നി അലാ സുയാമി വഖിയാമി. അല്ലാഹുമ്മ ഇന്നി, ഐനാണ്, ഇന്നി അലാ സുയാമി വഖിയാമി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി നീ എന്നെ സഹായിക്കണമേ. അല്ലാഹുമ്മ ഇന്നി നീ എന്നെ സഹായിക്കണമേ. അലാ സുയാമി എൻ്റെ നോമ്പിൻ്റെ പേരിലും, അലാ ഖിയാമി എൻ്റെ നൃത്തം നിസ്കാരത്തിൻ്റെ പേരിലും എന്നെ സഹായിക്കണം. പടച്ചോനെ, ഇപ്പോൾ 7ാമത്തെ തറാവീഹാണ്, കാലൊക്കെ വേദനിക്കുന്നു, എന്നെ സഹായിക്ക റബ്ബേ, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അലാ സുയാമി വഖിയാമി. അല്ലാഹുമ്മ ഇന്നി അലാ സുയാമി വഖിയാമി. അല്ലാഹുമ്മ ഇന്നി അലാ സുയാമി വഖിയാമി. പടച്ചവനെ, എൻ്റെ നിസ്കാരത്തിലും എൻ്റെ നൃത്തത്തിലും എൻ്റെ നോമ്പിലും നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ റബ്ബേ, ഒന്ന് സഹായിക്ക റബ്ബേ എന്നാണ് ആ പ്രാർത്ഥന. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും ഈ പ്രതിഫലങ്ങളൊക്കെ നേടാനും അള്ളാഹു തൗഫീക്ക് തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, മക്കളുടെ പഠനം +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധത്തിലും +2 കഴിഞ്ഞ മക്കളുണ്ടെങ്കിൽ, അല്പം പഠിക്കാനൊക്കെ ബുദ്ധിയുള്ള, ഒരു കുറച്ചൊക്കെ നമുക്ക് അവരെ വളർത്തണമെന്ന ആഗ്രഹം കൂടി നമുക്കുണ്ടെങ്കിൽ, പിന്നെ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല.
തക്കല നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ വർഷം ഒത്തിരി സാധുക്കളൊക്കെ ഈ വിനീതനെയും അതുപോലെ ജയ്യന്തിൻ്റെ നമ്മുടെ ഹബീബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ അഡ്മിഷന് വേണ്ടി പരിശ്രമിച്ചിരുന്നു. കുറേ ആളുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടി. തീരെ സാധുക്കൾക്കൊക്കെ നല്ല പരിഗണനയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ ശരിക്കും നല്ല വിദ്യാഭ്യാസത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. എല്ലാ രീതിയിലും നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനം. നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും ആ യൂണിവേഴ്സിറ്റി നമുക്ക് തരുമ്പോൾ പിന്നെ എന്തിന് നമ്മൾ മടി വിചാരിക്കണം? അള്ളാഹു അവിടെ പഠിക്കുന്ന മക്കൾക്ക് നല്ല വളർച്ച പടച്ചോൻ കൊടുത്ത് സഹായിക്കുമാറാകട്ടെ എന്ന് കാര്യമായി ദുആ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. അൽ ബയാൻ AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുണം, മുടപുരം PO, ചിറയൻകീഴ്, തിരുവനന്തപുരം. മറക്കരുത്, റമദാനിലെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഞങ്ങളും ദുആ ചെയ്യാം. നാളെ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി മഹാനായ ബിലാലുൽ മുഅദ്ദീൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി രാത്രി നടത്തിയ സംഭാഷണത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെറുമൊരു സമസ്യയല്ല ഈ ജീവിതം, വെറുതെ നൽകിയതല്ല ഈ ജന്മം. വെറുമൊരു സമസ്യയല്ല ഈ ജീവിതം, വെറുതെ നൽകിയതല്ല ഈ ജന്മം. നന്മയും തിന്മയും അറിഞ്ഞ സ്വർഗം നേടുവാനുള്ള പരീക്ഷാ കേന്ദ്രം. നന്മയും തിന്മയും അറിഞ്ഞ സ്വർഗം നേടുവാനുള്ള പരീക്ഷാ കേന്ദ്രം. ജനിക്കും